So now let us discuss about the second method of recording transactions in the books of hire purchaser. രണ്ടാമത്തെ മെത്തേഡ് ആക്ച്വൽ ക്യാഷ് പ്രൈസ് പെയ്ഡ് മെത്തേഡാണ്. അപ്പോൾ ആദ്യത്തെ മെത്തേഡ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡായിരുന്നു, അതിലെ ജേണൽ എൻട്രീസ് ആണ് ഇത്രയും. നെക്സ്റ്റ് ഇസ് ആക്ച്വൽ ക്യാഷ് പ്രൈസ് പെയ്ഡ് മെത്തേഡ്. Under this method, the asset is recorded at the cash price actually paid. Thus, the asset account should not be debited with its full cash price. This method does not treat the hire purchaser as owner until he makes the payment of last installment. It should be noted that the asset account is debited each time with actual amount paid as part of the cash price. This method is popularly known as asset accrual method. Okay. So actual cash price method il parayunnathu asset is recorded at the cash price actually paid. നമ്മൾ ഫുൾ ക്യാഷ് പ്രൈസിലല്ല ഇവിടെ റെക്കോർഡ് ചെയ്യുന്നത്. ആക്ച്വലി എത്രയാണോ എമൗണ്ട് ക്യാഷ് പ്രൈസായിട്ട് പേ ചെയ്യുന്നത് ആ എമൗണ്ടിലായിരിക്കും അസറ്റ് റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ദ അസറ്റ് അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ് ഈച്ച് ടൈം വിത്ത് ആക്ച്വൽ എമൗണ്ട് പെയ്ഡ്. നമ്മൾ ഓരോ തവണയും ഇയർ എൻഡ് ആകുമ്പോൾ അസറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനീഷ്യൽ ഒരു പർച്ചേസിൻ്റെ സമയത്ത് മാത്രമല്ല, ഓരോ ഇയറിലും വിൽ ഡെബിറ്റ് ദി അസറ്റ് അക്കൗണ്ട് വിത്ത് ദി എമൗണ്ട് ആക്ച്വലി പെയ്ഡ്. ഓക്കെ, നൗ ലെറ്റ് us see the journal entries. The journal entries we can discuss by discussing this question itself. ഈ ഒരു ക്വസ്റ്റ്യൻ വെച്ചുകൊണ്ട് തന്നെ നമ്മളിപ്പം എക്സാമ്പിൾ 1 ജൂഹി ആൻഡ് കമ്പനി ആ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻസ് വെച്ച് ആക്ച്വൽ ക്യാഷ് പ്രൈസ് മെത്തേഡിൽ എങ്ങനെയാണ് ജേണൽ എൻട്രീസ് റെക്കോർഡ് ചെയ്യാൻ നോക്കാം. Okay. Taking information from example 1, give journal entries and show the relevant accounts in the books of hire purchaser and also show the balance sheet of the relevant periods. Okay. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ജേണൽ എൻട്രീസ് എഴുതുക. ഫസ്റ്റത്തെ ജേണൽ എൻട്രി നമ്മൾ മെഷീനറി പർച്ചേസ് ചെയ്യുമ്പോൾ മെഷീനറി അക്കൗണ്ട് അറ്റാച്ച് ടു വികാൽ ഇൻഡസ്ട്രീസ്, അപ്പോൾ നടക്കുന്ന പേയ്മെൻറ്റ് 5,000. ദെൻ വികാൽ ഇൻഡസ്ട്രീസ് അക്കൗണ്ട് അറ്റാച്ച് ടു ക്യാഷ് down payment. Then again in 31st December we'll debit the machinery and credit the hire vendor with the amount. ആ വർഷം പേ ചെയ്യുന്ന എമൗണ്ട് 5,000. സോ മെഷീനറി അക്കൗണ്ട് അറ്റാച്ച് ടു വികൽ ഇൻഡസ്ട്രീസ് അത്രയും നമ്മൾ മെഷീനറിയിലേക്ക് ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെ ഇയർ എൻഡ് ആകുമ്പോൾ ബാക്കിയുള്ള എൻട്രീസ് ഒക്കെ കോമൺ എൻട്രീസ് തന്നെ. ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോൾ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റാച്ച് ടു വികൽ ഇൻഡസ്ട്രീസ്, ദെൻ വികാൽ ഇൻഡസ്ട്രീസ് ടു ക്യാഷ് ഇൻട്രസ്റ്റും, ദെൻ ക്യാഷ് പ്രൈസും ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട്. പിന്നെ ഡിപ്രീസിയേഷൻ ടു മെഷീനറി. ഡിപ്രീസിയേഷൻ പക്ഷേ നമ്മൾ ഈ 5,000-ൻ്റെ മേലെയല്ല, എത്രയാണോ മെഷീനറിയുടെ ആക്ച്വൽ ചാർജ് അതിൻ്റെ മേലെയുള്ള പെർസെൻറ്റേജ് അപ്ലൈ ചെയ്തിട്ട് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതിനുശേഷം P&Lലേക്ക് ഡിപ്രീസിയേഷനും ഇൻട്രസ്റ്റും ട്രാൻസ്ഫർ ചെയ്യുക. പിന്നെ സെയിം എൻട്രീസിന് റിപ്പീറ്റഡ് ആയിട്ട് നെക്സ്റ്റ് ഇയറിൻ്റെ 2017 ഡിസംബർ 31 സെയിം തന്നെ മെഷീനറി ടു വികൽ ഇൻഡസ്ട്രീസ് നമ്മൾ എത്രയാണോ ആ വർഷം പേയ്മെൻറ്റ് നടത്തുന്നത് 5,000 അത് കൊടുക്കുക. അതിനുശേഷം ഇൻട്രസ്റ്റ് ആ വർഷത്തത് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്നത് ഇൻട്രസ്റ്റ് ടു വികാൽ ഇൻഡസ്ട്രീസ്, വികാൽ ടു ക്യാഷ്, പിന്നെ ഡിപ്രീസിയേഷൻ P&Lലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ സെയിം എൻട്രീസ് തന്നെ പിന്നെ അടുത്ത 2 ഇയറിലും റിപ്പീറ്റ് ചെയ്തിട്ട് എഴുതാം. അപ്പോൾ ആകെ ഒരു ആദ്യത്തെ മെത്തേഡിൽ നിന്ന് ഇതിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഓരോ ഇയർ എൻഡിലും നമ്മൾ മെഷീനറിയിലേക്ക് ആ വർഷത്തെ ക്യാഷ് പ്രൈസ് മാത്രം നമ്മൾ ഡെബിറ്റ് ചെയ്യും. മെഷീനറി അക്കൗണ്ട് അറ്റാച്ച് ടു ഹയർ വെൻഡർ എന്ന് പറഞ്ഞിട്ട് ഡെബിറ്റ് ചെയ്യും. ബാക്കിയൊക്കെ കറക്റ്റ് നേരത്തെ മെത്തേഡിലുള്ള പോലെ തന്നെ ജേണൽ എൻട്രീസ് പാസ് ചെയ്യാം. എന്നതിന് ശേഷം നമ്മൾ ലെഡ്ജർ അക്കൗണ്ട്സും കൊടുക്കുക. ഓക്കെ, ദെൻ ബാലൻസ് ഷീറ്റും കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ നമ്മൾ അസറ്റിൻ്റെ ആ ഒരു സ്റ്റാറ്റസ്, അസറ്റ് എങ്ങനെയാണ് വരുന്നത്, ഓരോ വർഷത്തെയും അസറ്റിൻ്റെ സ്റ്റാറ്റസ്, ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ള ബാക്കി വരുന്നത് എഴുതാം. ഇനി അടുത്ത മൂന്നാമത്തെ ഒരു മെത്തേഡാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്. ഹയർ പർച്ചേസറിൻ്റെ ബുക്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യാനുള്ള തേർഡ് മെത്തേഡാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡ്. അപ്പം ഈ ദിസ് മെത്തേഡ് is almost similar to full cash price method with the difference that in this method the interest suspense account is prepared. ഇവിടെയുള്ള ആകെ ഒരു മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതാണ് ഇൻട്രസ്റ്റ് സസ്പെൻസ് മെത്തേഡിൻ്റെ പ്രത്യേകത. പിന്നെ അതുപോലെ ഫുൾ ക്യാഷ് പ്രൈസിൻ്റെ പോലെ തന്നെ ഫുൾ ക്യാഷ് പ്രൈസിലാണ് നമ്മൾ അസറ്റ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ ആ 2 ഡിഫറൻസാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആദ്യം തന്നെ ദി എൻറ്റയർ എമൗണ്ട് ഓഫ് ഇൻട്രസ്റ്റ് പേയബിൾ at the time of each installment is transferred from is debited to interest suspense account.
ആദ്യം തന്നെ നമ്മുടെ മൊത്തം ആ 4 വർഷത്തേക്ക് നമ്മൾ അടയ്ക്കേണ്ട ആ മൊത്തം ഇൻട്രസ്റ്റ് നമ്മൾ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഓരോ വർഷത്തെയും ഇൻട്രസ്റ്റ് ആ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൽ നിന്നെടുത്താണ് നമ്മൾ കൊടുക്കുക, ജേണൽ എൻട്രി ചെയ്യുക. So let us see these are the journal entries. For total interest payable, interest suspense account attached to hire vendor. മൊത്തം 4 വർഷത്തെയും ഇൻട്രസ്റ്റ് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ആദ്യമേ ഡെബിറ്റ് ചെയ്യുക ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക്. അതിനുശേഷം ഓരോ ഇയർ എൻഡിലും നമ്മൾ എത്രയാണോ ആ വർഷത്തേക്കുള്ള ഇൻട്രസ്റ്റ് അത് ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുക. So now let us see the example. Taking information from example 1, give journal entries and show the relevant accounts in the books of hire purchaser and also show the balance sheet of the relevant period. ഓക്കെ, അപ്പോൾ ഇവിടെ ജേണൽ എൻട്രീസ് കൊടുത്തിട്ടില്ല, നേരെ ലെഡ്ജർ അക്കൗണ്ട്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പം ഈ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിലെ പ്രത്യേകത എന്ന് വെച്ചാൽ വി ഹാവ് ടു ഓപ്പൺ ആൻ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. അത് ഒരു പുതിയൊരു അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇൻട്രസ്റ്റ് സസ്പെൻസ് അല്ലെങ്കിൽ ജേണൽ എൻട്രി എഴുതുമ്പോൾ ഫസ്റ്റ് നമ്മൾ എഴുതുക ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു വികാൽ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് ജേണൽ എൻട്രി എഴുതും. മൊത്തം നമ്മുടെ ഇൻട്രസ്റ്റ് എത്രയാണോ അത് നമ്മൾ ഓൾറെഡി ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരുന്നു. സോ 750 + 750 + 500 + 250, that is 2250. We have to pass interest suspense account attached to വികാൽ ഇൻഡസ്ട്രീസ്. ഇവിടെ ലെഡ്ജർ ആണ്. ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു വികാൽ ഇൻഡസ്ട്രീസ് 2250. അതിനുശേഷം ആ ഇയറിൽ എൻഡിൽ നമ്മൾ എത്രയാണോ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് അതിൻ്റെ എൻട്രി ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട്. അപ്പം ബൈ ഇൻട്രസ്റ്റ് അക്കൗണ്ട് അറ്റാച്ച്ഡ് ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് 750. എന്നിട്ട് ആ ഇയറിൽ അത് ബാലൻസ് ചെയ്യാം. അതിനുശേഷം ഓരോ ഇയറിലും സെയിം തന്നെ കണ്ടിന്യൂ ചെയ്യുക. അടുത്ത ഇയറിലേക്ക് ബാലൻസ് ബ്രോഡ് ഡൗൺ, പിന്നെ ആ ഇയറിലെ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക, ബാലൻസ് ചെയ്യുക. അങ്ങനെ ആ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് 4 വർഷത്തെയും ചാർജ് ചെയ്തതിന് ശേഷം നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ ഒരു ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഉണ്ടാക്കുക വികാൽ ഇൻഡസ്ട്രീസ്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നമ്മൾ ഫസ്റ്റ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിലെ ജേണൽ എൻട്രീസ് പോലെ തന്നെ വികാൽ ഇൻഡസ്ട്രീസ്, മെഷീനറി ടു വികാൽ ഇൻഡസ്ട്രീസ് 25, പിന്നെ വികാൽ ഇൻഡസ്ട്രീസ് ടു ക്യാഷ്, അതെല്ലാം അതുപോലെ ചെയ്യുക. ആകെ എക്സ്ട്രാ എൻട്രി വരുന്നത് ഈ ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടിൻ്റെ മാത്രമാണ്. So these are the 3 methods of accounting for hire purchase transaction in the book of hire purchaser. അപ്പോൾ ഹയർ പർച്ചേസറിൻ്റെ ബുക്കിൽ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ഈ 3 മെത്തേഡിൽ പറയുന്നത്. ഫസ്റ്റ് വൺ ഈസ് ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡ്. അതിൽ നമ്മൾ ഫുൾ ക്യാഷ് പ്രൈസിൽ അസറ്റ് റെക്കോർഡ് ചെയ്യുക, ഡൗൺ പേയ്മെൻറ്റ് നടത്തുക, ഇൻട്രസ്റ്റ് ഡ്യൂ ആകുമ്പോഴുള്ള എൻട്രി, ഇൻട്രസ്റ്റ് പേ ചെയ്യുമ്പോഴുള്ള എൻട്രി, പിന്നെ ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യാനും ഇൻട്രസ്റ്റും ഡിപ്രീസിയേഷനും ക്ലോസ് ചെയ്യാനും. ഇതാണ് ബേസിക് ആയിട്ടുള്ള എൻട്രീസ്. അപ്പോൾ ഫുൾ ക്യാഷ് പ്രൈസ് മെത്തേഡിൽ അങ്ങനെ. പിന്നെ നമ്മൾ ജേണൽ എൻട്രീസ് എഴുതുക, അതിനുശേഷം ലെഡ്ജർ അക്കൗണ്ട്സ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് പ്രിപ്പയർ. ബാലൻസ് ഷീറ്റിലും കറസ്പോണ്ടിങ് ആയിട്ടുള്ള അസറ്റിൻ്റെ സ്റ്റാറ്റസും ഹയർ വെണ്ടറിൻ്റെ സ്റ്റാറ്റസും കാണിക്കുക. രണ്ടാമത്തെ മെത്തേഡ് ആക്ച്വൽ ക്യാഷ് പ്രൈസ് ആണ്. അതിൽ ആക്ച്വലി ആ ഇയറിൽ എത്രയാണോ പേ ചെയ്യുന്നത് അത് മാത്രം മെഷീനറി അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്തിട്ട് കാണിക്കാം. പിന്നെ തേർഡ് വൺ വരുന്നത് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ടാണ്. അതിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിലേക്ക് ആദ്യം തന്നെ ടോട്ടൽ ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് ഇൻട്രസ്റ്റ് സസ്പെൻസ് അക്കൗണ്ട് ഡെക്റ്റർ ടു ഹയർ വെണ്ടർ എന്ന് പറഞ്ഞിട്ട് മൊത്തം ഇൻട്രസ്റ്റ് കാണിക്കുക. അതിനുശേഷം ഓരോ വർഷവും ഇൻട്രസ്റ്റ് അക്കൗണ്ട് ഡെക്റ്റർ ടു ഇൻട്രസ്റ്റ് സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. Okay, so these are the 3 methods of recording transactions in the books of hire purchaser. Okay, thank you.